കണ്ണൂരിൽ കുട്ടിക്ക് മരുന്ന് മാറി നൽകിയ സംഭവത്തിൽ പോലീസ് അടപ്പിച്ച മെഡിക്കൽ സ്റ്റോർ വീണ്ടും തുറക്കാൻ ശ്രമം. പഴയങ്ങാടി ഖദീജ മെഡിക്കൽസ് തുറക്കാനുള്ള ശ്രമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി. കട തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. വിവരങ്ങളുമായി സുമേഷ് മറാഴ ചേരുന്നു. സുമേഷ്, മരുന്ന് മാറി നൽകുകയും ആ കുട്ടിയുടെ ആരോഗ്യനില മോശമാവുകയും ചെയ്തിരുന്നു. കുട്ടി പിന്നീട് ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്ത് വീട്ടിലാണുള്ളത് എങ്കിൽ പോലും ഗുരുതരമായ ഒരു അനാസ്ഥയെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏത് നിലയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തുടരുന്നത്? അഭിലാഷ്, ഖദീജ മെഡിക്കൽസിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഖദീജ മെഡിക്കൽസിന് പ്രതിഷേധ പ്രകടനമായി പ്രവർത്തകർ എത്തി. അവരുടെ ആവശ്യം ഇതിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യാതെ ഒരു കാരണവശാലും കട തുറക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു. അതായത് കഴിഞ്ഞ 2 ദിവസം മുന്നേ യൂത്ത് കോൺഗ്രസിനെ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും മറ്റ് യുവജന സംഘടനകളോട് ഉൾപ്പെടെ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു പോലീസ് ഈ കട അടപ്പിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ കട തുറക്കാനുള്ള ശ്രമമായിരുന്നു ജീവനക്കാർ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് ജീവനക്കാർ അവിടെ എത്തിയത്. എന്നാൽ ഇതറിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ എത്തുകയായിരുന്നു. തുടർന്ന് ജീവനക്കാരുമായി ഇവർ സംസാരിച്ചു. ഇതൊരു ഗുരുതരമായ അനാസ്ഥയായിരുന്നു. എന്നാൽ ഇതിന് ഒരു നടപടി കൃത്യമായി ഉണ്ടായിട്ടില്ല. ഉടമയെ അറസ്റ്റ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ സ്ഥാപനം തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. പ്രാദേശികമായുള്ള യൂത്ത് പ്രവർത്തകരായിരുന്നു ഇന്ന് രാവിലെ അവിടെ എത്തിയത്. ഇവരുമായി വാക്കേറ്റമുണ്ടായി. കട അടപ്പിക്കാനുള്ള ശ്രമം ഇവർ ബലം പ്രയോഗിച്ച് കട അടപ്പിക്കുകയായിരുന്നു. സുമേഷ്, ഒരു കാര്യം കൂടി, ഇതിൽ ഇപ്പോൾ ഈ കടയുടമയെ അറസ്റ്റ് ചെയ്യും എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇന്നലെ ഈ കടയുടമയെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്നാണ് ഇന്ന് രാവിലെ കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ ഇവർ സമർപ്പിച്ചു, രേഖകൾ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർ ഉൾപ്പെടെ രേഖകൾ സമർപ്പിച്ചു എന്നാണ് കിട്ടിയ വിവരം. എന്നാൽ അത്തരമൊരു പോലീസ് ജീവനക്കാർ ഉൾപ്പെടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ചില ആളുകളുടെ മൊഴി എടുത്തിട്ടുണ്ട്. എന്നാൽ ഉടമയെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത്തരം അറസ്റ്റ് നടപടികളുടെ ഭാഗമായിട്ട് ചോദ്യം നടന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ അത്തരം നടപടികളുമായി പോലീസ് കടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ശരി, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം ഈ കട തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി എത്തിയിരിക്കുന്നതാണ്. മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് കുട്ടി ഗുരുതരാവസ്ഥയിലാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു. പിന്നീട് കുട്ടിയെ ആരോഗ്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്.